ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ല കേട്ടോ. ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേറെ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ പോയിട്ട് കാണണേ. ഇത് ഉണ്ടാക്കാൻ സിമ്പിളാണ്, പക്ഷെ ഇത് ഉണ്ടാക്കുന്ന മോഡൽസാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഗ്ലിറ്റർ ട്യൂബും ബീഡ്സൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഐഡിയ എന്താണെന്ന് നോക്കാം. ഒരു വയർഡ് ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഇത്ര വലിപ്പമുള്ളൊരു പീസാണ് കോർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ഏത് കളർ വേണമെങ്കിലും കോർത്ത് കൊടുക്കാം. നമ്മൾ കയ്യിലുള്ള പീസുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിലേക്ക് ഞാൻ അത് മാച്ചായിട്ടുള്ള ബട്ടർഫ്ലൈ മൾട്ടി കളറുള്ള ബട്ടർഫ്ലൈസ്ന്ന് ഇതിന് മാച്ചായിട്ടുള്ളൊരു ബ്ലൂ കളറ് ബട്ടർഫ്ലൈൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഗം ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. പിന്നെ ഇതേപോലെ തന്നെ ചെറിയൊരു പീസ് ഗ്ലിറ്റർ ട്യൂബ് എടുത്തിട്ടുണ്ട്. ഈ ഒരു കളർ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കോർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ താഴെ ഒന്ന് പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഗം ഒന്ന് ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നീങ്ങി പോവൊന്നുമില്ല. ബീഡ്സ് ആണെങ്കിൽ പറഞ്ഞു പോരാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അളകാത്ത രീതിയിൽ അത് നിൽക്കും. പിന്നെ ഒരു വൈറ്റ് പേൾ ബീഡിനെയാണ് ഇട്ട് കൊടുക്കുന്നത്. 4mm വൈറ്റ് പേൾ ബീഡിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബിനോടും ബട്ടർഫ്ലൈ ബീഡിനോടൊക്കെ മാച്ചായിട്ടുള്ള ഒരു ഫ്ലവർ ബീഡാണ് എടുത്തിട്ടുള്ളത്, ബ്ലൂ കളർ. അത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗം ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അത് അങ്ങോട്ട് ഇളകാതെ നിന്നോളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു വൈറ്റ് പേൾ ബീഡിനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഫ്ലവർ ബീഡ്, അങ്ങനെ കുറച്ച് ഒരു 3-4 ഫ്ലവറാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇട്ടതിന് ശേഷം വൈറ്റ് പേൾ ബീഡും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ പീസ് ഗ്ലിറ്റർ ട്യൂബിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു ബട്ടർഫ്ലൈ ബീഡിനെ അവിടെയും കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒക്കെ നമ്മൾ ഗം ഉപയോഗിച്ചിട്ട് ഒട്ടിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ അത് ഇളകി പോരും അല്ലെങ്കിൽ നീങ്ങി പോവുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ശേഷം നമ്മൾ വലിയ ഗ്ലിറ്റർ ട്യൂബിൻ്റെ പീസിനെയും കോർത്തിട്ട് ഇങ്ങനെയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. പിന്നെ ബാക്കി ലാസ്റ്റ് ഗ്ലിറ്റർ ട്യൂബ് ഫുള്ളായിട്ടുണ്ടെങ്കിൽ ബീഡ്സ് കോർത്ത് കൊടുക്കണ്ട. ഞാനിപ്പോൾ അത് കുറച്ച് കുറവായതുകൊണ്ട് വൈറ്റ് പേൾ ബീഡ്സിനെ കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 സൈഡിലും വൈറ്റ് പേൾ ബീഡ്സിനെ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഗ്ലിറ്റർ ട്യൂബ് ഉപയോഗിച്ചിട്ട് പല കളർ വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അതായത് ഈ ബീഡ്സ് മൾട്ടി കളറിൽ തന്നെ റോസും ബ്ലൂവും ഒക്കെ, അതേപോലെ തന്നെ ഗ്ലിറ്റർ ട്യൂബും ചെറിയ പീസ് റോസും മറ്റേത് ബ്ലൂ അങ്ങനെയൊക്കെ ആക്കിയിട്ടും ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ എൻഡ് ബീഡിനെയാണ് വെച്ച് കൊടുക്കുന്നത്. എൻഡ് ടേപ്പ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ എൻഡ് ബീഡാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതും ഗം ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. B7000ൻ്റെ ഗമ്മ് നമുക്ക് ഉപയോഗിക്കാത്തതിന് അതാണ് ഒന്നും കൂടെ കൂടുതൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗമ്മാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് ഓരോ മോഡൽസ് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.